ഹായ് ഹലോ ഹാപ്പി ഹോളി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ഓർഗൻസ റിബൺ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കുന്തൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ചെയിൻ സ്റ്റോണും കൂടി വേണം. ഒരു വൈറ്റ് കളർ ഹെഡ് ബാൻഡാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വൈറ്റ് കളർ ഹെഡ് ബാൻഡാണ്. അത്യാവശ്യം കാണാൻ നല്ലൊരു ഹെഡ് ബാൻഡാണ്. ആ ഒരു വൈറ്റ് കളർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഹെഡ് ബാൻഡാണ് കേട്ടോ ഇത്. അപ്പം ഞാനിതിലേക്ക് ഓർഗൻസ റിബൺ, അതായത് ഒരു കോഫി കളറ് ആയിട്ടുള്ള ഒരു ഡാർക്ക് ബ്രൗൺ തന്നെയാണ് അത് കാണാനുള്ള ആ റിബണ്. അപ്പോൾ ആ ഒരു റിബണ് ഇതിലേക്ക് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനലിലൊന്ന് അതായത് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന്, പുതുതായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ ചെയ്യുന്ന ഓരോ മേക്കിംഗ് വീഡിയോയിലുള്ള ഓരോ ഹെയർ ആക്സസറീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പം നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു കോഫി ബ്രൗൺ കളർ ഓർഗൻസ റിബണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ ഏകദേശം നമ്മൾ റൗണ്ടിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലെങ്ത് മനസ്സിലാവും. അത് 3 ടൈം നമ്മൾ എടുത്താൽ മതി കേട്ടോ. 3 തവണ ആ ഒരു സെയിം ലെങ്ത്തിൽ എടുക്കുമ്പോൾ, അതായത് 3 മടങ്ങ് എന്നല്ലേ പറയുക, അങ്ങനെ എടുത്താൽ മതി. ആദ്യം ഇവിടുന്ന് മുതൽ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ടിങ് അതിൻ്റെ എൻഡ് വരെ നമ്മളത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുക. അതിനുശേഷം അതുപോലെ 3 ടൈമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ലെങ്ത്തിൽ വരും. എന്തായാലും കുറഞ്ഞ് വരില്ല, കൂടിയിട്ടേ വരും കേട്ടോ. ഒരുപാട് കൂടാനും പാടില്ല, നമ്മൾ ചുമ്മാ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം എടുക്കാൻ. ഹെയർ ബാൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതിനുശേഷം നമ്മൾക്ക് ഇതിന് കുന്തൻ സ്റ്റോൺ ഞാനിതിൽ റെഡും ഗ്രീൻ കളറുമാണ് എടുക്കുന്നത്. പിന്നെ ഒരു ഗോൾഡൻ കളർ വരുന്ന ചെയിൻ സ്റ്റോൺ വരുന്നുണ്ട്. പിന്നെ ഈ ഹെയർ ബാൻഡിന് ടീത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഈ ഓർഗൻസ റിബൺ നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് പിന്നി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആയുധം. അപ്പോൾ ഈ ആയുധം വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ടീത്തൊക്കെ കളയാൻ. അപ്പോൾ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ സാധനം. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. അധികം ശക്തി ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ കൈ നന്നായിട്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് കയ്യിലേക്ക് കയറി കളയാതിരിക്കാൻ നോക്കണം കേട്ടോ. ഇങ്ങോട്ട് കൈയൊക്കെ വെച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ചൊന്ന് ആ ഭാഗം ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ പൊങ്ങിക്കിടക്കുന്ന ഭാഗമൊക്കെ അമർന്ന് കിട്ടും. അപ്പോൾ ടീത്തൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓർഗൻസ റിബണ് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അടിയിലിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. മുകൾ ഭാഗത്തോട്ട് ചെയ്യേണ്ട. കാരണം അത് മുകൾ ഭാഗത്ത് ചെയ്യുമ്പോൾ ഇത് ഓർഗൻസ റിബൺ ഭയങ്കര തിന്നാണല്ലോ, പെട്ടെന്ന് തന്നെ കാണും. അപ്പോൾ അതൊരു ഭംഗി കാണില്ല അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അടിഭാഗം മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ റോൾ ചെയ്യുമ്പം നമ്മളെന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് നീറ്റായിട്ട് ഒരേ ലെവലിൽ വേണം റോൾ ചെയ്തെടുക്കാൻ. എൻ്റെ ഗ്ലൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓരോന്നുമായിട്ട് അടിഭാഗത്തോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് 2-3 തവണ. അത് നമുക്ക് ഈ ചെവിയുടെ ഭാഗത്ത് വരുന്ന ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി റോൾ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. കാരണം കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ വെക്കുമ്പോൾ അവിടെ ചിലപ്പോൾ പെയിന് വരും, ഇങ്ങനെ അമർന്ന് വരുമ്പോൾ. അപ്പോൾ ഇഷ്ടപ്പെടില്ല അവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ മാക്സിമം എപ്പോഴും എല്ലാ റിബണും ചെയ്യുമ്പോഴും ആ ഭാഗം നല്ല സ്മൂത്ത് ആക്കിയിട്ട് വേണം ചെയ്യാൻ. സോഫ്റ്റായിട്ട് നമ്മൾ കുറച്ച് കട്ടിയോടെ തന്നെ ആ ഭാഗം കുറച്ച് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ 2-3-4 തവണ ഇങ്ങനെ ചുറ്റുമ്പോഴേ നമുക്കതിൻ്റെ ഭംഗി മനസ്സിലാവത്തുള്ളൂ. കണ്ടോ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പോൾ മനസ്സിലാവുന്നില്ലേ? ആ ഒരു ഗ്യാപ്പ് വരുമ്പോൾ
സെയിം ലെവലിൽ വേണം വരാൻ ആ ഒരു ഗ്യാപ്പ്. വൈറ്റ് കളറിൻ്റെ മുകളിൽ ഈ ഒരു കളർ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഹെയർ ബാൻഡ് നല്ല വെച്ചാൽ വീതി ഒരു എല്ലാ ഭാഗവും ഒരേ വീതിയില്ലല്ലോ, അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അത് ചെയ്ത് കഴിയുമ്പോൾ. കണ്ടോ, അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗി വന്നില്ലേ? അപ്പോൾ മുഴുവനായിട്ട് ചെയ്യുമ്പോഴും നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ, ഈ ഒരു ഹെയർ ബാൻഡ് മാത്രമായിട്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടീത്തൊക്കെ കളഞ്ഞത് കാരണം സിമ്പിളായിട്ട് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കും, പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം പൊങ്ങിക്കിടക്കും. പിന്നെ എന്താ പറയുക, ഓർഗൻസ റിബൺ ആയത് കാരണം തന്നെ ചിലപ്പോൾ പിന്നി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ടീത്ത് കളഞ്ഞതിനെ കൊണ്ട് ഉപകാരപ്പെടും. അപ്പോൾ അല്ലാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ മാക്സിമം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഈ ഒരു ചെവിയുടെ ഭാഗം വരുന്ന ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സോഫ്റ്റാക്കി 2-3 തവണ റോൾ ചെയ്തിട്ട് നല്ല നീറ്റാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിപ്പ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്റ്റോൺ വെക്കണം. അപ്പോൾ ചെയിൻ സ്റ്റോണാണ് വെക്കേണ്ടത്. ചെയിൻ സ്റ്റോൺ വെക്കുമ്പോൾ ഞാനൊരു 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ചെവിയിൽ വെക്കുന്ന ആ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ, ഹെയർ ബാൻഡിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മളൊരു 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെക്കാൻ. ഇവിടെ ഈ ഒരു ഫസ്റ്റ് സ്റ്റോൺ വെക്കുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു 5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ ഓരോ സ്റ്റോണിൻ്റെ മിഡിൽ ഭാഗത്തും 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ആണ് നമുക്ക് സ്റ്റോൺ വെക്കേണ്ടത്. ആദ്യം മുതൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റോണിലേക്ക് 5 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പ് വരും. അതിനുശേഷം ഇടവിട്ടിട്ട് 2 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം വരുമ്പോൾ ഞാനൊരു 4 സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് 5 സ്റ്റോൺ വെച്ചിട്ടാണ് എടുക്കുന്നത്. വീതി കൂടി വരുന്നുണ്ടല്ലോ അതുകൊണ്ട്. ഇതേ കണ്ടോ, അപ്പോൾ ഞാൻ ഇതുപോലെ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വരെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നടുഭാഗത്തോട്ടേക്ക് വരുമ്പോൾ ഞാനൊരു 5 സ്റ്റോൺ ഇതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം വെക്കുമ്പോഴും അവസാനം വരുമ്പോഴും 4 സ്റ്റോൺ മാത്രം മതി കേട്ടോ. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുന്തൻ സ്റ്റോൺ ഇതിൻ്റെ ഗ്യാപ്പ് വെച്ച ഭാഗത്തേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു റെഡും ഗ്രീനുമാണ് എടുക്കുന്നത് കുന്തൻ സ്റ്റോണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, ഓൾട്ടർനേറ്റീവായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ഡിസൈനിലാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അതെ, ആദ്യം റെഡ് വെച്ചിട്ടുണ്ട്, പിന്നെ ഗ്രീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം റെഡ് വരുന്നത് സ്ക്വയർ ഷേപ്പും ഗ്രീൻ വരുന്നത് ട്രയാങ്കിൾ ഷേപ്പിലുമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം, മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് പെട്ടെന്ന് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ചെറിയ സമയത്തിനുള്ളിൽ മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള ഹെയർ ബാൻഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയുള്ള ഹെയർ ബാൻഡാണ്. അപ്പോൾ വളരെ ചെറിയ സമയം മാത്രം മതി. ബിഗിനേഴ്സ് നിർബന്ധമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റിലൂടെ പറയണം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ മറുപടി അയക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തരാം താഴെ, നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, ഞാൻ സെൻഡ് ചെയ്ത് തരാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ഈ ഒരു വൈറ്റ് ഹെയർ ബാൻഡിൻ്റെ മുകളിലോട്ട് ഈ ഒരു റിബൺ റോൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ, പുതിയൊരു ഹെയർ ബാൻഡായിട്ട്. അപ്പോൾ ബൈ, താങ്ക് യു.